ഞാനിന്നുള്ളത് നമ്മുടെ എൻ സി ഗാർഡൻ്റെ ഫ്രണ്ടിലാണ്. എൻ സി ഗാർഡനാണ് പിന്നിൽ കാണുന്നത്. നമുക്കതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളിലേക്ക് പോവാം. ഗേറ്റ് കടന്ന ഉടനെ തന്നെയാണ് നമ്മൾ പാസ് കൈപ്പറ്റേണ്ട ഓഫീസ്. പെർ ഹെഡ് വിശാലമായ നല്ല സെക്യൂരിറ്റിയോട് കൂടിയുള്ള പാർക്കിംഗ് സൗകര്യം ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ചാർജൊന്നും പാർക്കിങ്ങിനായിട്ട് ചെയ്യുന്നില്ല. ഇത് നമ്മുടെ ബട്ടർഫ്ലൈ അവിടെ കിടപ്പുണ്ട്, സാരഥി ശ്രീകാന്ത. അപ്പോൾ നമ്മൾ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് സന്ദർശന സമയം. കുട്ടിപ്പട്ടാളങ്ങളെയും കൂട്ടി നമ്മൾ ഏകദേശം ഉച്ചയ്ക്ക് 2 മണിക്കാണ് എൻ സി ഗാർഡനിലെത്തിയത്. ആ സമയമായതുകൊണ്ട് തന്നെ അധികം സന്ദർശകരൊന്നുമില്ലായിരുന്നു. ചുരുക്കം ചില സന്ദർശകർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവധിക്കാലം അടിച്ചു പൊളിക്കാനുള്ള ഒരവസരം കിട്ടിയത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ അതിയായ സന്തോഷത്തിലാണ്. ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന വളരെ വിശാലമായ ഒരു ഗാർഡൻ ആയതുകൊണ്ട് തന്നെ അങ്ങിങ്ങായി കുറച്ച് ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രൈവസിയാണ് അവിടെ. അതുപോലെ ഇവിടുത്തെ റെൻറ്റ് വരുന്നത്, ടോപ്പിൽ വരുന്നത് 3 AC കോട്ടേജാണ്, 4500 വരുന്നത്. പിന്നെ വരുന്നത് 3 ഡിലക്സ് AC റൂമാണ്, അത് 4000. പിന്നെ നോൺ AC വന്നിട്ട് 3500. ഇങ്ങനെയാണ് ഇവിടെ റേറ്റ് വരുന്നത്. ഫാമിലി മീറ്റപ്പ്, ഗെറ്റ് ടുഗദർ പോലുള്ള ആഘോഷങ്ങൾക്ക് പെർ ഹെഡ് 100 രൂപയാണ് ഇവർ ചാർജ് ചെയ്യപ്പെടുന്നത്. രാവിലെ 9 മുതൽ 6 വരെയാണ് അതിന് സമയം അനുവദിച്ചിട്ടുള്ളത്. ഗാർഡനിലായിട്ട് ചിൽഡ്രൻസ് പാർക്കുകളും ഒരുക്കിയിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട്. നല്ല ചൂട് കാലാവസ്ഥയായതുകൊണ്ട് തന്നെ ഇപ്പോൾ പുൽത്തകിടിയൊക്കെ അങ്ങിങ്ങായിട്ട് കുറച്ച് മങ്ങലേറ്റിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ബീച്ചിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ്. നമ്മുടെ വാഹനം ഗാർഡനുള്ളിൽ തന്നെ സേഫായി പാർക്ക് ചെയ്തുകൊണ്ട് ഇതുവഴി നമുക്ക് ബീച്ചിലിറങ്ങി ബീച്ച് ആസ്വദിക്കാനും പറ്റും. ബീച്ചിലിറങ്ങാനുള്ള കുട്ടികളുടെ തിരക്ക് കൊണ്ട് ഗാർഡനിനുള്ളിലെ കാഴ്ചകൾ എനിക്ക് അധികം വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. ഉള്ളിലെ കാഴ്ചകളുമായി നമുക്ക് തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് അവധിക്കാലം ആസ്വദിക്കാൻ
എനിക്ക് ഏറ്റവും നല്ലതായി തോന്നിയത് NC ഗാർഡൻ തന്നെയാണ്. ഈ ഗാർഡൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോയുടെ അവസാനം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്.